വിഷ്ണു, എനിക്ക് നമ്മളെ റീസെന്റ് ഇറങ്ങിയ ബബ്ബ സിനിമയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞ ഇതുവരെ പറഞ്ഞ കാര്യമുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിനിമകൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞാണ്, ഇന്റർവ്യൂല് കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം അത് വ്യതിചലിച്ച് പോയി, സ്ക്രിപ്റ്റിൽ നിന്ന് പോയി എന്നൊക്കെ പറയൂലേ. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വ്യക്തിപരമായിട്ട് എടുക്കരുത്, എനിക്ക് ആരോടും ഒരു വിഷയം ഉണ്ടായിട്ട് ആ രീതിയിൽ പറയുന്നതല്ല. ഈ സിനിമ ഇന്റർവ്യൂവിന് ശേഷം ബേസിക്കലി സിനിമ അല്ലാണ്ട് വൈകിപ്പോയിന്ന്. ഇപ്പൊ റിവ്യൂ പറയണമെങ്കിൽ പോലും ഇത് സിനിമക്കല്ല റിവ്യൂ പറയണ്ടേ. ഇന്റർവ്യൂവിന് ശേഷം ഇത് സിനിമ അല്ലാണ്ടായിപ്പോയി. ഒരു അമാൽഗമേഷൻ ഓഫ് സിനിമ ആൻഡ് ആഡ്. ഒരു സിനിമയാണോ ഇത്, പരസ്യ ചിത്രമാണോ? നീ ആലോചിച്ച് നോക്ക്. ഈ സംഭവത്തിൽ തന്നെ മോഹൻലാലിന്റെ പല പല, ലാലേട്ടൻ വരുന്നുണ്ടല്ലോ, ലാലേട്ടന്റെ പല പല സീനിന്റെ ബേക്കിലും MCRന്റെ ചുമ്മാ MCR ഇട്ടാൽ മതിയായിരുന്നു, ഇവർക്ക് പൈസ കിട്ടുമായിരുന്നു. പരസ്യം അത്രേ ഉള്ളൂ. ഈ ലാലേട്ടന്റെ മറ്റേ കോട്ട കാണിക്കുന്നു, അല്ലെ ഈ ഒരു മൈജീന്റെ ഒരു സംഭവം ഇടുന്നു, അവര് പൈസ കിട്ടുമായിരുന്നു. അതുപോലും ചിന്തിക്കാൻ പറ്റില്ല അവന്മാർക്ക്. അത്ര ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുകളിൽ ഈ പടത്തിൽ ഒന്നുമില്ല. ബേസിക്കലി ഈ പടത്തിന് സ്ക്രിപ്റ്റ് ഇല്ല. സ്ക്രിപ്റ്റ് എൻ്റെ പൊന്നോ, സ്ക്രിപ്റ്റ് ഒരാളെ രണ്ടാളെ എഴുതിയാണ് ഞാൻ പറഞ്ഞത്, എനിക്കറിയാൻ പാടില്ല ഒരാളാണെന്ന്. ഇത് ഈ സ്ക്രിപ്റ്റിന് രണ്ടാൾക്കാരോ? ഈയിടെ ഒരാൾ എഴുതിയ അതിനേക്കാളും മെച്ചമാവുന്നുണ്ട് ഇത് ഈ പടം. ഈ രണ്ടാൾക്കാർ ഈ സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്നത്. ലാലേട്ടൻ്റെ സത്യമായിട്ട് ഞാൻ പറഞ്ഞ ഇതിലും കോമഡി. ഒരു ക്യാരക്ടർ പ്രോഗ്രസീവ്ലി കോമഡി ആവുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം, ഓക്കെ, അത് അതിൻ്റെ ബാക്കിയുള്ള ചുറ്റുമുള്ള ക്യാരക്ടേഴ്സും കാര്യങ്ങളും. ലാലേട്ടൻ വരുന്നതേ കോമഡി ആയിട്ട്. ലാലേട്ടനെ തന്നെ പുകർത്തുകയാണ്. ഞാൻ ഇനി അങ്ങോട്ട് പോവാണ്, ഞാൻ ഇനി പാൻ ഇന്ത്യ ആവാണ്. ബേസിക്കലി ഇയാൾക്ക് തന്നെ ആവശ്യമില്ല അതിൻ്റെ. ഇയാൾ ഓൾറെഡി പാൻ ഇന്ത്യയാണ്. ലാലേട്ടൻ ആരാന്ന് എല്ലാവർക്കും അറിയാം, ലാലേട്ടൻ്റെ പവർ എല്ലാവർക്കും അറിയാം. ഇത് തെലുങ്ക് ബാലയ്യന്റെ പടം ഇതിനെക്കാളും വെച്ചോടാ. ബാലയ്യ പോലും ഈ ഇമാരി ഡയലോഗ് പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞ ലാലേട്ടനല്ല, ഡയലോഗ് എഴുതിയ ആൾക്കാരെ ഞാൻ പറഞ്ഞ ഇമാതിരി ഡയലോഗ് എഴുതി വെക്കാൻ പാടുണ്ടോ എന്ന് വെച്ചാ. സിമ്പിൾ കാര്യം, ഇവന്മാർക്കുള്ള റിസോഴ്സാണ് ഞാൻ പറഞ്ഞത്. ഗോപാലൻ പ്രൊഡ്യൂസർ എത്ര പൈസ വേണമെങ്കിൽ ഇറക്കും. മോഹൻലാല് നമ്പർ 1 സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാർ സൗത്ത് ഇന്ത്യയിൽ തന്നെ. ദിലീപ് അതുകൊട്ടെ, ഗോപി സുന്ദർ മാക്സിമം അയാൾക്ക് പറ്റുന്നതിൻ്റെ അത്ര അയാൾ ശ്രമിച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഷാൻ റഹ്മാൻ അത് പോട്ടെ, ഒന്നും പറയാനില്ല. ട്രെൻഡിങ് ആയിട്ടില്ല ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ഇത് എല്ലാ ആൾക്കാരും ഉണ്ട്. അവർ സ്വയം അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് തന്നെ അവർ ഈ പറഞ്ഞ പോലെ എൻ്റെ അച്ഛനെ കുറിച്ച് പറയുന്നോടാന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാവും. ഇത് തമിഴ്, ഇതൊരു ഇന്റർവ്യൂ കാണാത്ത ഒരാളാണെങ്കിൽ എന്ത് വിചാരിക്കും? എൻ്റെ അച്ഛനെ കുറിച്ച് പറയുന്നോടാന്ന് പറയുന്നത് നമുക്കല്ലേ മനസ്സിലാവും. ഇത് എന്ന് വെച്ചാൽ വിനീത് ശ്രീനിവാസൻ പറയുന്നത് ശ്രീനിവാസനെ കുറിച്ചാണെന്ന് നമുക്കല്ലേ മനസ്സിലാവും. അതിലും അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ററപ്റ്റ് ചെയ്യാണ്. എന്നാലും ഞാൻ ഒരു കാര്യം പറയാം. അതിലും വലിയൊരു സംഭവം പറയാനില്ല വെച്ചാല്, ഫസ്റ്റ് വിനീത് ശ്രീനിവാസൻ വരുമ്പോ തന്നെ പറഞ്ഞ പുള്ളിയാണെങ്കിൽ ചെന്നൈ നല്ല വരും. ഓക്കെ, സമ്മതിച്ചു. ഈ പടം അല്ല, ഈ പടം ചെയ്യുന്നവർക്ക് ആരും കാണൂല, അത് കാണുന്നത് തന്നെ മലയാളിച്ചെ കാണുമെന്ന് അറിയാം. അതുകൊണ്ട് ചെന്നൈ ഓക്കെ, ചെന്നൈ പാസം നമുക്ക് സമ്മതിച്ചു കൊടുത്തേക്ക്. ഓക്കെ, തുടങ്ങുന്ന ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അതൊക്കെ നമ്മൾ സമ്മതിക്കും. പക്ഷെ ഇത് ഇന്റർവ്യൂല് കഴിഞ്ഞ് കഥ എങ്ങോട്ടാ പോകുന്നത്? മാഡ്നെസ് ആണ്, സമ്മതിച്ചു. മാഡ്നെസ് ആണല്ലോ, ഓക്കെ, എല്ലാം മാഡ്നെസ് ആണെന്ന് പറഞ്ഞാൽ പോലും പിന്നെ നിങ്ങൾ എന്തിനു കഥ കൊണ്ടുവന്നു? ഇത് മാഡായിക്കാ പോരെ. ദിലീപിന്റെ എന്താ പൂർവ്വ വൈരാഗ്യം, മുഖ്യമന്ത്രിയുമായിട്ടുള്ള വൈരാഗ്യം എന്തിനു പറയണം നിങ്ങള്? ദിലീപിന് ചുമ്മാ പ്രാന്ത്, അതിന് മാഡ്നെസ്സായി, അത് പറഞ്ഞാൽ പോരെ. നിങ്ങൾ എന്തിനു പൂർവ്വ വൈരാഗ്യം പറയേണ്ട ആവശ്യം? അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ നിൽക്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇതാണ് കാര്യം, നമ്മളതിൽ ഒന്നുമില്ല ഭൈ, എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് അത് പടം വിജയിപ്പിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. മോഹൻലാലിന് വിളിച്ചാൽ മതിയായിരുന്നു ഈ പടത്തിൽ. ഗോകുലൻ എന്ന് വിളിച്ചാൽ മതിയായിരുന്നു ഈ പടത്തിൽ. ദിലീപിനെ പേട്ടാന്ന് വിളിച്ചാൽ മതിയായിരുന്നു ഈ പടത്തിൽ. എല്ലാവരും അവരവരുടെ പേര് വിളിച്ചാൽ ഇതിനേക്കാൾ കളക്ഷൻ കിട്ടുമായിരുന്നു ആ പടത്തിന്. ഇപ്പൊ കണ്ടല്ലോ, അതാ ഇപ്പൊ ബുക്ക് മൈ ഷോ എടുക്ക്. പടം ഇറങ്ങി 4 ദിവസമായുള്ളൂ.
മൾട്ടി സ്റ്റാർ പടമാണ്. 4 ദിവസം, രണ്ടാമത്തെ ദിവസം സോറി, മൾട്ടി സ്റ്റാർ പടമാണ്. ദിലീപും മോഹൻലാലും മൾട്ടി സ്റ്റാർ ആണ്. മോഹൻലാലിന്റെ ഒക്കെ അത് മൾട്ടി സ്റ്റാറായി. ഈ സിനിമക്ക് പോലും പച്ചയാണ്, പച്ച 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 പച്ച. മുസ്ലിം ലീഗിന്റെ പച്ചയല്ലേ ഇത്? ഇത് സാധാ പച്ച. കമ്മ്യൂണിസ്റ്റ് പച്ചയല്ലേ ഇത്? ഇത് സാധാ പച്ച, ആരും കാണാനില്ലാത്തതിന്റെ പച്ച. ഓറഞ്ച് ഉണ്ട്, സൂക്ഷിച്ച് നോക്കണം. എന്തുകൊണ്ട് ഈ സൂക്ഷ്മത ഇല്ലാത്തതുകൊണ്ട്. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ വരുന്ന കേരളത്തിൽ ഇതിനേക്കാളും കൂടുതൽ ഓറഞ്ച് ഉണ്ടായിരുന്നു. ഇനിയും ഓറഞ്ച് ഉണ്ടാവും. പക്ഷെ ഇത് ബേസിക്കലി ഞാൻ പറയാം, ഈ പടത്തിന് ഈ പറഞ്ഞ പോലെ ജാതി മാറി, മതം മാറി എന്നൊക്കെ പറഞ്ഞ പോലെ സിനിമ തന്നെ മാറിപ്പോയി. ജോണറൊക്കെ മാറുന്ന, ഷിഫ്റ്റ് ചെയ്യുന്ന നമുക്ക് മനസ്സിലാവാം. ചില സിനിമ കോമഡി ആയിട്ട്, ഇപ്പോൾ ഏതാ പടം, ഇപ്പോൾ ഈ ദൃശ്യം എടുക്കുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് നമ്മൾ കുറേ ഒരു ഫാമിലി പടമായിട്ട് കാണുമല്ലോ. സെക്കൻഡ് ഹാഫ് നമ്മൾക്ക് ജോണർ മാറി ത്രില്ലറായി പടം. ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വാക്ക് എനിക്ക് പറയാനുള്ളൂ, ഈ പടം ഫസ്റ്റ് ഹാഫ് സിനിമയായിരുന്നു, സിനിമയിൽ മാറി വേറെന്തോ ആയിപ്പോയത്. ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാറില്ല ഇതെന്താന്ന്. ജോണർ മാറുന്ന നമുക്ക് വിശ്വസിക്കാം, കാരണം ജോണർ മാറിയാലും ഇപ്പൊ ചെമ്മീൻ ചാടി ചട്ടിയോളം എന്ന് പറയുന്ന പോലെ ജോണർ മാറിയാലും സിനിമയല്ലേ. ഇത് സെക്കൻഡ് ഹാഫൊക്കെ സിനിമ മാറി വേറെന്തോ ആയിപ്പോയി. ഇത് പരസ്യത്തിനും സിനിമക്കും സീരിയലിനും നടുക്കുള്ള ഒരു അമാൽഗമേഷൻ ഓഫ് സംതിങ്. അത്ര എനിക്ക് പറയാനുള്ളൂ.